നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകാം. നമ്മൾ നേരെ ന്യൂസ് ബസ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ്. തവനൂരിലേക്ക് പോകാം. നമുക്ക് തവനൂരിൽ KT ജലീൽ തന്നെ മത്സരിച്ചേക്കും. ജലീലിനോട് മത്സരിക്കാൻ CPIM സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടു. ജില്ലാ സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ചത് VP സാനുവിനെയാണ്. എന്നാൽ ജലീൽ മത്സരിക്കുകയാണെങ്കിൽ മണ്ഡലം നിലനിർത്താനാകുമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്നാണ് KT ജലീലിന്റെ നിലപാട്. സോണൽ കൃഷ്ണ ചേരുന്നു. സോണൽ, അപ്പോൾ KT ജലീൽ മത്സരിക്കണമെന്ന് പാർട്ടിക്ക് ഒരു താല്പര്യമുണ്ടല്ലേ? അത് പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്നാണ് KT ജലീലിന്റെ നിലപാട്. തീർച്ചയായിട്ടും ആ പ്രാഥമിക ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്ന ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് താൻ മാറി നിൽക്കുകയാണ് എന്നുള്ളതായിരുന്നു KT ജലീൽ പറഞ്ഞിരുന്നത്. പിന്നീട് ആ നയം അത് അല്പം മയപ്പെടുത്തിക്കൊണ്ട് പാർട്ടി പറഞ്ഞാൽ ഒരുപക്ഷെ മത്സരിക്കാം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തി എന്നുള്ളതാണ് പ്രധാനമായി പറയേണ്ടത്. തവനൂർ മണ്ഡലത്തെ സംബന്ധിച്ച് നമുക്കറിയാം, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുത്തു നോക്കിയാൽ UDF-നൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു മണ്ഡലമായി നമുക്കതിനെ കണക്കാക്കേണ്ടി വരും. അതിന് മുൻപത്തെ ടൈമിൽ കൃത്യമായി 3 പഞ്ചായത്തുകളിൽ മാത്രമായിരുന്നു UDF-ന് പ്രാതിനിധ്യം ഉണ്ടായിരുന്നത്. പിന്നീട് അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പായപ്പോൾ അതിൽ 7 എണ്ണവും അത് ഭൂരിഭാഗവും UDF-നൊപ്പം നിൽക്കുന്ന സാഹചര്യമുണ്ടായി. ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് KT ജലീലിനെ അവിടെ വീണ്ടും മത്സരിപ്പിക്കണമെന്നൊരു തീരുമാനത്തിലേക്ക് സംസ്ഥാന നേതൃത്വം എത്താൻ കാരണമെന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടിയപ്പോൾ നിർദ്ദേശിച്ചിരുന്ന ഒരു പേര് അത് VP സാനുവിൻ്റേത് മാത്രമായിരുന്നു. തവനൂരിൽ VP സാനു മതി എന്നൊരു തീരുമാനമായിരുന്നു ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. പക്ഷേ സംസ്ഥാന നേതൃത്വം ഈ വിഷയത്തിൽ ഇടപെടുന്നു. KT ജലീലിന്റെ പേര് കൂടി അതിൽ ഉൾക്കൊള്ളിക്കണമെന്ന് ആവശ്യപ്പെടുന്ന സാഹചര്യം. അപ്പോൾ തന്നെ ആ ചിത്രം തവനൂരിൽ ചിത്രം തെളിയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. എന്തായാലും UDF-ന്റെ കരുത്തരായിട്ടുള്ള സ്ഥാനാർത്ഥി ആയിരിക്കും അവിടെ വരിക എന്നുള്ളത് തീർച്ചയാണ്. അതിൽ പ്രാഥമിക പരിഗണന നൽകുന്നത് അജയ് മോഹനാണ്, പിന്നൊന്ന് രോഹിത്താണ്. ഇവർക്ക് ബദലായിക്കൊണ്ട് തവനൂരിനെ ഇടതുപക്ഷത്തിനൊപ്പം ചേർത്ത് നിർത്തുക എന്നുള്ളത് മുഖ്യ അജണ്ടയായി എടുത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ KT ജലീലിനെ തവനൂർ തന്നെ മത്സരിപ്പിക്കണമെന്നൊരു നിശ്ചയദാർഢ്യത്തിലേക്ക് പാർട്ടി എത്താൻ സാഹചര്യം ഒരുക്കിയിട്ടുള്ളത് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും സ്വതന്ത്രനായി മത്സരിച്ചുകൊണ്ട് അവിടെയുള്ള ജലീലിന്റെ ബന്ധം വെച്ചുള്ള ഒരുപാട് വോട്ടുകളുണ്ട്. ആ വോട്ടുകളൊക്കെ പിടിച്ച് LDF-നൊപ്പം ചേർത്ത് നിർത്താൻ തവനൂർ മണ്ഡലത്തിനെ കഴിയണമെന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് നമുക്കറിയാം, മുസ്ലിം ലീഗും UDF-ഉം ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് ജില്ലയിൽ ഒരു മണ്ഡലം പോലും അത് LDF-നൊപ്പം നിൽക്കില്ല. എല്ലാ മണ്ഡലവും UDF-ന്റെ ഒപ്പം തന്നെ നിൽക്കും. ഈ ഒരു അജണ്ട പൊളിക്കാൻ വേണ്ടി തന്നെയാണ് കൃത്യമായി പല മണ്ഡലങ്ങളിലും സ്വതന്ത്രരെ മത്സരിപ്പിച്ച് കൃത്യമായ ടാറ്റിക്സോട് കൂടി തന്നെ ഈ മണ്ഡലങ്ങളൊക്കെ തങ്ങളുടെ കൂടെ നിർത്താനുള്ള ഒരു നീക്കം LDF-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് തവനൂർ മണ്ഡലത്തിൽ ഇപ്പോൾ KT ജലീലിന്റെ പേര് കൂടി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. റോഷ്നി, സോണലാണ് വിശദാംശങ്ങൾ നൽകിയത്. തവനൂരിൽ KT ജലീൽ തന്നെ ഇറങ്ങുമെന്ന് ഉള്ള വിലയിരുത്തലുകളാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് അന്തിമ പട്ടിക വരുമ്പോൾ നോക്കാം, അപ്പോൾ ഉറപ്പിക്കാം.